എല്ലാ ദിവസവും ഇവിടെ ആക്സിഡന്റ് നടക്കുന്നുണ്ട്. ഇന്നലെ പോലും ഒരു ആക്സിഡന്റ് ഉണ്ടായി. വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഇരുചക്ര വാഹനങ്ങളും കാറുകളും അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് മൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ്. ട്രെയിൻ മാർഗം ജോലിക്ക് പോകുന്നവരാണ് അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വർക്കലയുടെ ടൂറിസം മേഖലയില് ഏറ്റവും പരമപ്രധാനമായ മേഖലയായ വർക്കലയില് ഈ വർക്കല റെയിൽവേ സ്റ്റേഷൻ, വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ ഈ അനധികൃതമായ പാർക്കിങ്ങുകളുടെയും അതേപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിനകത്ത് കൃത്യമായിട്ട് ബസ്സുകൾ കടന്നു പോകാത്തതിന്റെ ഫലമായിട്ട് അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ അത് ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പക്ഷേ ബന്ധപ്പെട്ട അധികാരികളുടെ മേഖലയിൽ നിന്നും അതിന് വേണ്ടുന്ന ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. അത് ഈ പരിസരവാസികൾ, ഇവിടുത്തെ പരിസരവാസികൾക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ നിരന്തരമായ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. അതിന് അടിയന്തരമായ ഒരു അധികാരികളുടെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ നോക്കിക്കാണാൻ അവിടെ ഒരുമാതിരി കൂണുകൾ മുളച്ച് നിൽക്കുന്ന കണക്കാണ് വാഹനങ്ങൾ കൊണ്ടുവന്ന് ഒരു ഇതുമില്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഈ വാഹനങ്ങൾ എടുത്ത് കൊണ്ട് കയറുകയും അതിന്റെ ഫലമായിട്ട് നിരന്തരം അപകടമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് മുൻവശത്ത് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ അനധികൃതമായി കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ടും ബസ് സ്റ്റാൻഡിനുള്ളിൽ യാത്രക്കാരെ കയറ്റില്ല. നഗരസഭ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ഇന്ന് മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറുന്നു. കഴിഞ്ഞ ദിവസം രാത്രി രോഗിയുമായി പോയ ആംബുലൻസും ഗതാഗതക്കുരുക്കിലകപ്പെട്ട് മണിക്കൂറുകളോളം കിടക്കേണ്ട അവസ്ഥയിലായിരുന്നു. ഞാൻ ഇതിന് അടുത്ത് താമസിക്കുന്ന ആളാണ്. തൊട്ടടുത്ത് താമസിക്കുന്നതിന് ബാക്കിൽ താമസിക്കുന്ന ആളാണ്. നമുക്കൊരു വഴിയുണ്ട്, ആ വഴി പോലും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിൽ ആൾക്കാർക്ക് തോന്നിയ രീതിയിൽ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് പോകുന്നു. അതുകൊണ്ട് യാത്രക്കാരും നാട്ടുകാരും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതുപോലെയാണ് ബസ്സുകളുടെ മത്സര ഓട്ടവും. അവര് കൃത്യമായിട്ട് ബസ് സ്റ്റാൻഡിൽ കയറാതെ ഇവിടെ ഇട്ട് തന്നെ തിരിക്കുകയും അത് വെച്ച് ട്രാഫിക് ബ്ലോക്ക് ആവുകയും അങ്ങനെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ആക്സിഡന്റ് നടക്കുന്നുണ്ട്. ഇന്നലെ പോലും ഒരു ആക്സിഡന്റ് ഉണ്ടായി. നമ്മുടെ ആംബുലൻസ് വിളിച്ച് അവരെ ആശുപത്രിയിൽ എത്തിക്കുകയുണ്ടായി. ഇപ്പോഴാ ഈ കുറച്ച് മുമ്പേ തന്നെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ രീതിയിലും ജനങ്ങളും യാത്രക്കാരും നാട്ടുകാരും ബുദ്ധിമുട്ടുകയാണ്. അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതിന് വേണ്ട രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പലവട്ടവും നമ്മൾ അവരുടെ പരാതിപ്പെട്ടെങ്കിലും യാതൊരു ഉപയോഗം ഉണ്ടായിട്ട് ഇവിടെ നല്ലൊരു ടോയ്ലറ്റ് പോലും ഇല്ല. വരുന്ന യാത്രക്കാർക്ക് അവര് ഇവിടെ ഈ ഒഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മളെ വഴിയിലൊക്കെയാണ് അവര് പല വിസർജന എല്ലാം നടത്തും. ബസ് സ്റ്റാൻഡിനകത്തുള്ളത് അവര് കൂട്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കുന്നില്ല. അതിന് നമ്മളെല്ലാ രീതിയിലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതിനൊരു പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അത് തന്നെയാണ് നാട്ടുകാരുടെയും എന്റെയും എല്ലാവരുടെയും അവസ്ഥ. നഗരസഭ ബസ് സ്റ്റാൻഡിനുള്ളിൽ യാത്രക്കാരെ കയറ്റിയാൽ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാമെന്ന് നാട്ടുകാർ പറയുന്നു. ഭാരത് വിഷൻ, വർക്കല.